Good afternoon, ma'am. Good afternoon, ma'am. Our basic of computer ആണ് അല്ലെ പാഠങ്ങളൊക്കെ കഴിഞ്ഞു. അല്ലെ അതിന്റെ ആ ഒരു എക്സൽ എന്താണ് നമ്മളെ വേർഡ് പ്രോസസ്സിംഗ്, എന്താണ് നമ്മുടെ അല്ലെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള എന്താണ് പവർ പോയിന്റ് അല്ലെ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൂടുതൽ വിവരിച്ചു. ലാസ്റ്റ് നമ്മൾ എക്സലിന്റെ പ്രോബബിലിറ്റി വരെ പറഞ്ഞല്ലോ അവിടെ, അതിന്റെ ആപ്ലിക്കേഷൻ ആപ്ലിക്കബിലിറ്റി ഹോസ്പിറ്റൽ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയില്ലേ, ഹോസ്പിറ്റലിലെ ഉപയോഗം കഴിഞ്ഞായിരുന്നോ? അത് കഴിഞ്ഞു. നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വായിച്ചിട്ടുണ്ടോ അല്ലെ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അടുത്ത ഭാഗത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. Okay, ma'am. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഉപയോഗപ്രദമാകുന്ന നെറ്റിന്റെ സർവീസ് ആണ് അല്ലെ. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തന്നെ എന്താണ് ക്ലാസ് എടുക്കുന്നത് വരെ നെറ്റിന്റെ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ഇന്റർനെറ്റിന്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. Communicating through the internet has revolutionized the people's way to connect and interact globally. എന്താണ് അത് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്? അതായത് ഇന്റർനെറ്റ് വഴിയുള്ള ആശയവിനിമയം അല്ലെ, അത് ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് അവൈലബിൾ ആക്കി കൊടുത്തിരിക്കുന്നത് അല്ലെ. ഗ്ലോബലി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയല്ല നമ്മുടെ വിദേശത്തും അല്ലെ എല്ലാവരോടും നമുക്ക് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അതിൻ കേസ് നമുക്കറിയാം വീഡിയോ കോളിലൂടെയും വീഡിയോസിലൂടെയും എല്ലാം തന്നെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്രദമാക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇന്റർനെറ്റ് ഒരുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് revolutionized the people's way to connect and interact globally. Okay, it has opened up a multitude of meeting places for quick and convenient communication. നമുക്കറിയാം ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മീറ്റിംഗ് വിളിച്ചു കൊടുക്കുന്നതിനായിക്കോട്ടെ മറ്റേ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് അത് ചിലപ്പോ ഒരു ഫോണിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോ ആണെങ്കിൽ ഒരു മീറ്റിംഗ് ആയിരിക്കും, ചിലപ്പോ ഒരു കോൺഫറൻസ് ആയിരിക്കും, അങ്ങനെ എല്ലാ തരത്തിലുള്ള മൾട്ടിറ്റ്യൂഡ് ഓഫ് മീറ്റിംഗ് പ്ലേസസ് ഫോർ ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആശയവിനിമയം നടത്താനായിട്ടുള്ള സൗകര്യം ഇത് ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇന്റർനെറ്റ് അല്ലേ അങ്ങനെയാണ് നമ്മൾ തന്നെ അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ക്ലാസ് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? ആണോ? അല്ലേ ലാസ്റ്റ് അവിടെ ആയപ്പോഴേക്കും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആ ഇന്റർനെറ്റിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ്, ആ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത്. Here are some important aspects of communicating through the internet. എന്തൊക്കെ അല്ലെ ആസ്പെക്ടുകളാണ് ഇത്തരത്തിലുള്ള നമുക്ക് ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ ആസ്പെക്ടുകളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇമെയിൽ അല്ലെ. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഇപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇമെയിൽ വഴി അല്ലെ. ഇമെയിൽ വഴിയാണ് സന്ദേശങ്ങളൊക്കെ ചെറിയ ആശയങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇമെയിൽ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് പൊതുവെ ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർനെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വിപുലമായിട്ടുള്ള ഒരു ആദ്യത്തെ തന്നെ പഴയ കാലഘട്ടം മുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇമെയിൽ എന്നുള്ളത്. Then it permits users to send and receive message, documents and multimedia content rapidly and securely. അതായത് നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ ഏത് മെസ്സേജ് ആണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അത് റാപ്പിഡ്ലി വളരെ പെട്ടെന്ന് തന്നെ അതോടൊപ്പം തന്നെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഏത് രീതിയിലൂടെ അല്ലെ നമുക്ക് ഏത് രീതിയിലൂടെ നമുക്ക് അവൈലബിൾ ആവും
കേസ് എവിടെ നിന്നാണെങ്കിലും നമുക്ക് അത് ലഭ്യമായിക്കൊണ്ടിരിക്കും. നമുക്കറിയാം അവിടെ ഒരു അല്ലെ പ്രോബ്ലംസ് ഉണ്ടാവേണ്ട ഒരു ആവശ്യകത വരുന്നില്ല അല്ലെ. ഇമെയിൽ പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിൾ ആൻഡ് synchronous mode of communication, permitting individuals and business to communicate effectively across different time zones. അതായത് നമ്മളിവിടെ പ്രധാനമായിട്ടും എടുത്തു പറയാണ് ആവശ്യകത അനുസരിച്ചിട്ട് തന്നെ കാര്യക്ഷമമായ രീതിയിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. എസിൻക്രോണസ് എന്ന് പറയുന്നത് എന്താണ്? അതില് കാര്യക്ഷമമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. അതാണ് എസിൻക്രോണസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫ്ലെക്സിബിൾ ആണ് അല്ലെ. ഇൻ കേസ് നമുക്ക് ഒരു ഇമെയില് നമ്മൾ മെസ്സേജ് അയച്ചു, ചിലപ്പോ എന്താണ് ആ ഇമെയില് ചിലപ്പോൾ തിരുത്തേണ്ടി വരികയാണെങ്കിൽ അല്ലെ, നമുക്ക് വേണമെങ്കിൽ ആ ഇമെയിൽ എടുത്തിട്ട് അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും അല്ലെ അയക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കത് അതിനനുസരിച്ചിട്ട് തന്നെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. വീണ്ടും പറയുന്ന പെർമിറ്റിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി അക്രോസ് ഡിഫറെന്റ് ടൈംസ് സോൺ. അത് ഏത് മേഖലയിൽ നിന്നുകൊണ്ട് തന്നെയാണെങ്കിലും, ഇൻ കേസ് നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് തമ്മിൽ തന്നെയോ അല്ലെങ്കിൽ ഇൻ കേസ് ബ്രാഞ്ചിൽ ഇരുന്നിട്ട് തന്നെ ബിസിനസ് കാര്യങ്ങളെയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ കാര്യക്ഷമമായിട്ട് തന്നെ പല പ്ലേസുകളിൽ ഇരിക്കുന്നവരോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇമെയിൽ വഴി സാധ്യമാകുന്നു എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാവുന്നതാണ് അല്ലെ. മെയിൽ അയച്ചു കഴിഞ്ഞ മെസ്സേജുകൾ സെൻഡ് ചെയ്യാം, അതേപോലെ നിന്നാണെങ്കിലും സെൻഡ് ചെയ്യാം, എവിടേക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം അല്ലെ. അറിയാവുന്നതല്ലേ? ഓക്കെ ആണോ? ഇമെയിൽ ഓക്കെ ആണോ? ഇന്റർനെറ്റ് ഇതിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഇമെയിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ണോ? വായിച്ചു നോക്കുന്നുണ്ടോ? അപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാട്ടോ. നമ്മള് എന്തെങ്കിലും വേർഡ്സുകളൊക്കെ അറിയാത്തത് എന്തെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വോയിസ് ആൻഡ് വീഡിയോ കോള്. നമുക്ക് അറിയാം ഇന്റർനെറ്റിന്റെ സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്നാണെങ്കിലും വോയിസ് ആണെങ്കിലും വീഡിയോ കോളൊക്കെ ആണെങ്കിലും കൈകാര്യം ചെയ്യാം. നമ്മളിപ്പോ അല്ലെ ക്ലാസ് റൂമിൽ വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജ് അയക്കും, നമ്മൾ ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ കൂടും. ഇത് മാത്രമേ തന്നെ പഴയ കാലഘട്ടങ്ങളിലും നമുക്കറിയാം അതിനുള്ള സൗകര്യങ്ങൾ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെട്ടത്. നോക്കാം. ഇന്റർനെറ്റ് ബേസ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് ലൈക്ക് സ്കൈപ്പ്, സൂം ആൻഡ് മൈക്രോസോഫ്റ്റ് ടീംസ് will make individuals and business able to have real-time audio and video conversation. അതായത് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇപ്പൊ നമുക്ക് ഒരു കോൺവെർസേഷൻ നടത്തണം അല്ലെങ്കിൽ ഒരു ക്ലാസ് നടത്തണം, അത് അറ്റ് ടൈമിൽ തന്നെ നമുക്ക് എന്താണ് സൂം വഴിയോ സ്കൈപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെ നമുക്ക് അത് ആ സമയത്ത് തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ടുള്ള സൗകര്യം. അത് എന്താ പറയാ, അതിൽ വോയിസ് കോളും വോയിസ് മാത്രമല്ല വീഡിയോയും കൂടി ഉൾപ്പെടുത്തി തന്നെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ അതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വോയിസ് ആൻഡ് വീഡിയോ കോളാണ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് പഴയ കാലഘട്ടം മുതലുള്ള ഇതുകളുണ്ട്. സ്കൈപ്പും സൂമും ഒക്കെ പഴയ കാലഘട്ടം മുതൽ ഇപ്പോഴും നമുക്കറിയാം സൂം മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. അതായത് വോയിസ് ആൻഡ് വീഡിയോ കോൾസ് ഇൻ കേസ് ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെ നെയിമുകൾ കാണുമ്പോൾ നമ്മൾ ആദ്യം അറിയാതെ ഇരിക്കരുത്. ഇതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള കോൺഫറൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺവെർസേഷൻ ഒക്കെ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യാപകമായിട്ടുള്ള ഇന്റർനെറ്റ് സർവീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ആൻഡ് ലിങ്ക്ഡ്ഇൻ ഹാവ് changed the way people communicate and share information online. അതായത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ വിവരങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെ ആശയവിനിമയം നടത്താൻ പറ്റുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങളാണ് ഏതൊക്കെ. ഇപ്പൊ പണ്ട് നമുക്കറിയാം ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയുന്നെങ്കിൽ ഇപ്പൊ നമ്മള് എല്ലാം തന്നെ എടുത്ത് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിലോട്ട് മൊബൈൽ എടുത്ത് നോക്കിയാൽ ആ വായന ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓൺ ആക്കിയ അത്യാവശ്യം ന്യൂസുകളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇല്ലേ? അറിയാൻ പറ്റില്ലേ? പറ്റോ? എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് അല്ലെ. അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് തോന്നുന്നു.
നിങ്ങൾ അത് കേട്ടിരിക്കുക മാത്രമല്ലേ, നമുക്കറിയാം ഇത് എന്താ പറയാ നമ്മള് ആക്ച്വലി അറിയാവുന്ന ഒരു ഇതുകളാണ് അല്ലെ. ഇപ്പൊ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. These platforms offer a vast range of communication tools, which includes the status updates, comments such as direct messaging and video sharing. ഓക്കെ, നമ്മൾ ഇതിലൂടെ ഈ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ എന്താണ് സാധാരണ രീതിയിൽ എല്ലാ തരത്തിലുള്ള മെസ്സേജുകൾ അല്ലെ, ഡയറക്റ്റ് മെസ്സേജുകളൊക്കെ അയക്കും, വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യും. ഒപ്പം തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെ, എന്തെങ്കിലും സ്റ്റാറ്റസുകൾ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇട്ടാൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അല്ലെ, അവർക്ക് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ, നിങ്ങൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് അല്ലെ. ഇൻ കേസ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇന്റർനെറ്റിന്റെ സർവീസ് കൊണ്ട്, അതായത് സോഷ്യൽ മീഡിയ ഇതിൽ കൂടെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. Social media makes individuals and business able to connect, collaborate and engage with a broad audience. അതായത് നമുക്കറിയാം ഒത്തിരി ഓഡിയൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരോട് ഒപ്പം തന്നെ പ്രവർത്തിക്കാനായിട്ട് അല്ലെ, ചിലപ്പോ പരസ്പരം എല്ലാവരോടും സഹകരിച്ചിട്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ സഹകരിച്ച് തന്നെ ചെയ്യാനായിട്ടുള്ള സൗകര്യം കൂടി ഈ സോഷ്യൽ മീഡിയ ഒരുക്കുന്നുണ്ട് അല്ലെ. Social media makes individuals and business able to connect, collaborate and engage with the broader audience. അപ്പൊ എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തികളും ബിസിനസ്സുകളും എല്ലാം തന്നെ വിശാലമായ പ്രേക്ഷകരെ കീഴടക്കാൻ പറ്റുന്ന തരത്തില് ബന്ധിപ്പിക്കാനുള്ള സൗകര്യങ്ങള്, ഇടപഴകാനുള്ള സൗകര്യങ്ങളെല്ലാം അത് ഒരുക്കി തരുന്നുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് എന്താണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്, വിച്ച് ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെ. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള ചിലപ്പോ എക്സാമ്പിളുകൾ തന്നിട്ടുണ്ടാവും. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ എന്ത് പ്ലാറ്റ്ഫോമാണ്? സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളാണ്. വീണ്ടും എന്താണ് അങ്ങനെയാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് കാണാറ്. അതായത് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അല്ലെ, ബ്ലോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് കാണാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവാം. Then file sharing and cloud storage. അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. അതായത് ജസ്റ്റ് ഞാനൊരു നമുക്ക് തരാം. അതായത് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മളിപ്പോ കമ്പ്യൂട്ടർ മൊബൈലൊക്കെ അല്ലെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മൊബൈലിലാണ് സേവ് ചെയ്ത് വെക്കുന്നത് അല്ലേ, ചെയ്യുന്നില്ലേ? ഇൻ കേസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ മൊബൈല് വീണ് നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയി, പക്ഷെ നമുക്ക് അതിനുള്ള ഡാറ്റാസ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് എങ്കിൽ നമുക്കറിയാം ചില കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ക്ലൗഡ് സ്റ്റോറേജിന്റെ ആ ഒരു ഓപ്ഷനിൽ കൂടെ തന്നെ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത, ഇൻ കേസ് നമ്മൾ മൊബൈലൊക്കെ നഷ്ടപ്പെട്ടു പോയാലും അതെന്താണ് ഗൂഗിളിൽ തന്നെ അത് സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അത് ഓൺലൈനിൽ സേവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ആ ഫയലുകളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരിക്കലും സ്റ്റോറേജിന്റെ ഒരു അഭാവം വരുന്നില്ല, ഒത്തിരി സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ ഇൻ കേസ് സ്റ്റോറേജ് നഷ്ടപ്പെട്ട് നമ്മുടെ ഡാറ്റാസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയാലും ക്ലൗഡ് സ്റ്റോറേജിന്റെ അതിൽ തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അതിന്റെ ഓപ്ഷനൊക്കെ എടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫയലുകളൊന്നും നഷ്ടപ്പെടില്ല. അത് നമുക്കറിയാം ഗൂഗിളിലൊക്കെ ഗൂഗിൾ ഡ്രൈവിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആക്ച്വലി നമ്മുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ ക്ലൗഡ് സ്റ്റോറേജ് എന്താന്നുള്ളത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്കറിയാം അത് അല്ലെ, അതൊരു വലിയൊരു ഉപകാരമാണ് അല്ലെ. ഇൻ കേസ് കമ്പനികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഹാങ് ആവുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പേടിയൊന്നും തോന്നിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓപ്ഷനിൽ തന്നെ സേവ് ചെയ്ത് പോവുകയാണ് അല്ലെ. ഇനി നമുക്കറിയാം ഇതില് ഓരോന്നും പരിചയപ്പെടാം, ചിലതെല്ലാം അറിയാവുന്നതായിരിക്കും, ഇൻ കേസ് അറിയാത്തവരും ഉണ്ടാകാം. ഒന്ന് ഓരോന്നും പറഞ്ഞു പോകാം. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം അല്ലെ. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്ബോക്സ് ആൻഡ് വൺ ഡ്രൈവ് മേക്സ് യൂസേഴ്സ് ഏബിൾ ടു ഷെയർ ആൻഡ് കൊളാബറേറ്റ് ഓൺ ഡോക്യുമെന്റ്സ്, ഇമേജസ് ആൻഡ് അതർ ഫയൽസ്. അതായത് ഡോക്യുമെന്റുകളാണെങ്കിലും ഇമേജുകളാണെങ്കിലും മറ്റു ഫയലുകളൊക്കെ ആണെങ്കിലും ഇതുവഴിയാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഇൻ കേസ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഓൺലൈൻ തന്നെയാണ് സംഭരിച്ചു വെക്കുന്നത് അല്ലെ. സ്റ്റോറേജ് സർവീസ് തന്നെയാണ് അത്, നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സർവീസാണ് ഓൺലൈൻ ഡ്രൈവ് അല്ലെ. ഒരു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ഓൺലൈനിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യമാണ് അത് പ്രദാനം ചെയ്യുന്നത്. അതുമാത്രം തന്നെ ഡ്രോപ്പ് ബോക്സ്. എന്താണ് ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത്?
അതായത് ഏത് ഡിവൈസിലേക്കും നമ്മൾ ഷെയർ ചെയ്യാം. നമുക്ക് അറിയാം, ഇപ്പൊ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരുണ്ടാവും, അതേമാതിരി തന്നെ എന്താണ് മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അങ്ങനെ അല്ലെ പല തരത്തിലുള്ള ഡിവൈസുകളുണ്ട്. അപ്പൊ ഏത് ഡിവൈസിലാണെങ്കിലും നമുക്ക് ഏത് ഡിവൈസിലും ഏത് ഫോൾഡറിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, അത് കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സൗകര്യം ഗൂഗിൾ ഡ്രൈവില് അല്ലെ നമ്മുടെ ഡ്രോപ്ബോക്സിൽ കൂടെ നമുക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. വൺ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇതിൽ നിന്ന് തന്നെ അല്ലെ എല്ലാ ഇതിലേക്ക് നമുക്ക് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ടാവും. ഒരു ഫയലിൽ നിന്ന് തന്നെ എല്ലാത്തിലേക്കും കൊടുക്കേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ നമുക്കറിയാം അവിടെ എല്ലാത്തിലേക്കും ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വൺ ഡ്രൈവ് ഫെസിലിറ്റീസ് അനുവദിക്കുന്നു അല്ലെ. അപ്പൊ അതാണ് വൺ ഡ്രൈവ് എന്ന് വെച്ചാൽ എല്ലാ ഫയലുകളിലേക്കും നമ്മളെ ബന്ധിപ്പിക്കുന്ന എല്ലാ ഫയലുകളിലേക്കും മൈക്രോസോഫ്റ്റ് ഫോൾഡർ സർവീസ് ആണ് അത് തന്നെ എല്ലാവരിലേക്കും നമുക്ക് ആ സർവീസ് കൊടുക്കാനായിട്ട് എല്ലാ ഫയലുകളിലേക്കും കൊടുക്കാനായിട്ട് ഈ ഒരു വൺ ഡ്രൈവിന്റെ ഫെസിലിറ്റീസ് കൊണ്ട് സാധിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ഫയലുകളൊക്കെ പെട്ടെന്ന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ഫയൽ ഷെയറിംഗ് ക്ലൗഡ് സ്റ്റോറേജ് അല്ലെ. അത് നമുക്കറിയാം ആ ഒരു ഓപ്ഷന്റെ കീഴിൽ ഗൂഗിൾ ഡ്രൈവോ ഡ്രോപ്ബോക്സോ വൺ ഡ്രൈവോ ഒക്കെയാണ് ആ ഫെസിലിറ്റീസിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതെല്ലാം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Then makes the users able to share and collaborate on documents, image and other files. അപ്പോ ഏത് തരത്തിലുള്ള ഫയലുകളാണെങ്കിലും ഇൻ കേസ് ഏത് ഡോക്യുമെന്റ് ആണെങ്കിലും എല്ലാവരിലേക്കും ഏത് സമയം നഷ്ടപ്പെടാതെ, ഇൻ കേസ് നഷ്ടപ്പെടാം എന്നുള്ള ഒരു പേടിയൊന്നും കൂടാതെ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Cloud storage service provide a convenient and a secure way to store and access files from anywhere for എന്താണ് fostering seamless communication and collaboration. അവിടെ നമ്മൾ പറയുകയാണ് അവിടെ എന്താണ് യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അല്ലെ എല്ലാവർക്കും പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ പല കാര്യങ്ങളും അല്ലെ പലർക്കും കൂടി അതിലേക്ക് അവരവരുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടാവും അല്ലെ. അപ്പൊ അതെല്ലാം തന്നെ ഒരു തടസ്സമില്ലാതെ അല്ലെ ഫോസ്റ്ററിംഗ് സീംലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തടസ്സമില്ലാതെ തന്നെ ആശയങ്ങളൊക്കെ പരസ്പരം കൈമാറ്റം ചെയ്യാനായിട്ട് പലരോടും സഹകരിച്ച് അല്ലെ കൊളാബറേറ്റ് ചെയ്ത് സഹകരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാനുള്ള ഒരു അവസരം തന്നെ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റ് സർവീസ് കൊണ്ട് വളരെയധികം ഉപയോഗമുണ്ട് അല്ലെ. ഉണ്ടോ? വീഡിയോ കോളും ഓഡിയോ കോൾസും മാത്രം നമ്മളുടെ മൈൻഡിൽ വരെയല്ല, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ പോലും നമുക്ക് കണ്ടെത്താനുള്ള സൗകര്യം കൂടി ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതോ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഫയൽ ഷെയറിംഗ് ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് അല്ലെ, അതിനൊക്കെ എക്സാമ്പിളുകളാണ് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്ബോക്സ്, അതിന്റെ വൺ ഡ്രൈവ് അപ്പോഴുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. then എന്താണ് നെക്സ്റ്റ് നോക്കുക, വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻസ്. ഓക്കെ, ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോ അല്ലെ ക്ലാസ് റൂമിൽ തന്നെ പോയി പഠിക്കുന്ന ഒരു കാലഘട്ടം എന്നല്ല, ക്ലാസ് റൂമിൽ തന്നെ വെബ് നടത്തുന്ന ഒരു രീതി എന്നല്ല. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ട് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയിട്ടൊക്കെയാണ് സെമിനാറും അല്ലെ പ്രസന്റേഷനൊക്കെ നടത്തുന്നത്. ആണോ? വെബിനാറൊക്കെ സംഘടിപ്പിക്കുന്നതൊക്കെ അല്ലെ പുതിയ ഈ കാലഘട്ടത്തിൽ അവൈലബിൾ ആണ് എവിടെയും. നമുക്ക് നോക്കാം, ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ permits for the hosting of a webinar and online presentations where speakers can view out, connect and interact with the participants in real time. നമ്മള് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആയ ഒരു സോഫ്റ്റ്വെയറിനെ പരിചയപ്പെട്ടായിരുന്നു. അതേതാണ്? പരിചയപ്പെട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. മറന്നുപോയോ? പ്രോസസിംഗ് ആണോ, എക്സൽ ആണോ? ഓക്കെ, പവർ പോയിന്റ്. യെസ്, ഗുഡ്. അപ്പൊ പവർ പോയിന്റ് നമ്മൾ പറഞ്ഞ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ ഓൺലൈനിൽ കൂടെ നമുക്ക് പ്രസന്റേഷൻ നടത്താനായിട്ട് എളുപ്പമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഓൺലൈനിൽ കൂടെ ഈ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ നടത്താം. നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കും അല്ലെ. അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് വീഡിയോസും ഓഡിയോസും ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വെബിനാറും ഓൺലൈൻ പ്രസന്റേഷൻ ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ ഇന്റർനെറ്റ് നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. Then where speakers can give out the content and interact with the participants in real time അല്ലെ. യഥാർത്ഥ സമയത്തിൽ തന്നെ എന്താണ് ഉള്ളടക്കം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് അവരുടെ ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്കറിയാം റിയൽ ആയിട്ട് തന്നെ അവർക്ക് കാഴ്ചവെക്കാൻ അല്ലെ. ഇൻ കേസ് എന്തെങ്കിലും സംവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ അവരവന്റെ ആശയങ്ങളൊക്കെ പ്രകടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളുണ്ട്.
Then platforms such as GoTo Webinar and WebEx facilitate interactive online events, which enables knowledge sharing, training sessions, and product demonstration. Okay. അപ്പൊ നമുക്ക് ഇൻ കേസ് ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സെഷനോ അല്ലെങ്കിൽ കുറച്ചും കൂടി നോളജ് ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് മറ്റുള്ളവരെയും കൂടി ഇരുത്തി അല്ലെ. പൊതുവെ നമുക്കറിയാം സാറുമാരും അല്ലെ നമ്മളെ വിലയിരുത്തേണ്ട വ്യക്തികളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നതിന് കുറച്ച് സപ്പോർട്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള അല്ലെ കുറച്ച് പേരുടെ പിന്തുണയൊക്കെ വേണ്ടി വരും. അപ്പൊ അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ റിയൽ ടൈമിൽ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോമിൽ കയറി ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി ഇൻ കേസ് ട്രെയിനിങ് സെഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നേരിട്ട് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങൾക്കൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഇന്റർനെറ്റിന്റെ ആ ഒരു സൗകര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോ അവൈലബിൾ ആകുന്നത്. Then overall communicating through the internet offers a range of effective, convenient and dynamic methods of link with the others, share information and collaborate across distances. അതായത് എത്രത്തോളം അകലമുണ്ടെങ്കിലും അല്ലെ നമുക്ക് ഇൻ കേസ് നമ്മളുടെ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമാണോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്? ആണോ? ഒരു ഡിസ്ട്രിക്റ്റിൽ ഇരുന്ന് മാത്രമാണ് ഇപ്പൊ നമ്മൾ തന്നെ നമുക്കറിയാം അല്ലെ, ഒരു ഡിസ്ട്രിക്റ്റ് മാത്രമല്ല കേരളം മൊത്തം അല്ലെ സ്റ്റേറ്റ് മൊത്തം നമ്മൾ ഈ ഒരു സർവീസ് കൊണ്ട് തന്നെ ഇന്റർനെറ്റിന്റെ സഹായം കൊണ്ട് തന്നെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആണോ? ഇന്റർനെറ്റ് ഉള്ളത് കൊണ്ടാണോ? നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ശരിയാവോ അല്ലെങ്കിൽ ശരിയാവില്ലേ? നെറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അല്ലെ നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ഫെസിലിറ്റി ഇല്ലാതെ ഏത് ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് തന്നെയാണെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓവറോൾ നമുക്കറിയാം നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ല ആശയവിനിമയം നടത്താനായിട്ട് എത്ര റേഞ്ച് എത്ര അകലെയാണെങ്കിൽ കൂടി നല്ല എഫക്റ്റീവായിട്ട് നല്ല കാര്യക്ഷമമായിട്ട് തന്നെ നല്ല സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ഞാൻ വ്യത്യസ്ത രീതിയിൽ കൂടി തന്നെ മറ്റുള്ളവരായിട്ട് എന്താണ് നമുക്ക് ഇൻഫോർമേഷൻസ് വിവരങ്ങളെല്ലാം പങ്കുവെക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് സഹകരിച്ച് തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. ഇൻ കേസ് നമുക്കറിയാം നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് അല്ലെ, നമ്മളെ ശ്രവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് ഒക്കെ മുന്നോട്ട് പോകുന്നത് അല്ലെ. ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ഷൻസ് അല്ലെ, മെസ്സേജുകളിൽ കൂടെയൊക്കെ ഇന്ററാക്ഷൻ വിട്ട് നമ്മൾ ആക്ച്വലി എന്താണ് നമ്മുടെ ക്ലാസ് ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് അല്ലെ, എത്രയോ ഡിസ്റ്റൻസിലാണ് എല്ലാവരും ഇരിക്കുന്നത്, പക്ഷെ എങ്കിൽ കൂടി നമ്മൾ അത് ഒന്നിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അല്ലെ. The internet has brought people closer together, promoting global connectivity and breaking around barriers of time and location. അതായത് നമുക്കറിയാം നമ്മുടെ മുമ്പിലുള്ള കാര്യം എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം അല്ലെ എപ്പോഴും വിലപ്പെട്ടതാണ്. അത് ആ ഒരു തടസ്സങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മുടെ കാര്യം സേവ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിനൊന്നും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ സുഖകരമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലെ ക്ലോസ് ആയിട്ട് ജനങ്ങളോട് ഒത്തൊരുമിച്ച് ഇൻ കേസ് നമുക്കറിയാം ഒരു ക്ലാസ് റൂമിന്റെ അധികം എഫക്റ്റ് ഉണ്ട്. ഇൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് പിക്ചറലൈസ് ചെയ്ത് അല്ലെ ഒരു കുറച്ചും കൂടി നിങ്ങൾക്കും കൂടിയും ഒന്ന് പറയാൻ കുറച്ച് സമയം കൂടുതലുണ്ടെങ്കിൽ ആക്ച്വലി നമുക്കൊന്ന് ഡിസ്കഷൻ ഒക്കെ എടുത്ത് അല്ലെ കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്ത് നമ്മൾ സ്റ്റുഡന്റ് രസകരമാക്കുകയാണെങ്കിൽ നല്ല അല്ലെ നല്ല ഇതിൽ തന്നെ മൂവ്മെന്റോടുകൂടിയിട്ട് പോകാനൊക്കെ സാധിക്കും. അപ്പൊ ഇന്റർനെറ്റ് ഇതിനെല്ലാത്തിനുള്ള സൗകര്യം പ്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ. ഇന്റർനെറ്റ് ഹാസ് ബ്രോട്ട് പീപ്പിൾ ക്ലോസർ ടുഗദർ, ഒന്നിച്ച് അടുത്ത് നിന്ന് തന്നെ കൈകാര്യം ചെയ്യുന്ന മറ്റ് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ പ്രൊമോട്ടിംഗ് ഗ്ലോബൽ കണക്ടിവിറ്റി, അത് ഏത് രാജ്യങ്ങളിലൂടെ ആണെങ്കിൽ നമുക്ക് ആശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒന്നിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ഇൻ കേസ് ഇത്ര ഡിസ്റ്റൻസിനുള്ളിൽ നിന്നുള്ള ഒരു കണ്ടീഷനൊന്നുമില്ല, ഗ്ലോബലി അല്ലെ അന്താരാഷ്ട്രീയമോ അല്ലെങ്കിൽ രാജ്യത്തെ ഏത് പ്ലേസിലുള്ള വ്യക്തികളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ് ഓഫ് ടൈം ആൻഡ് ലൊക്കേഷൻ, എങ്കിലും സമയത്തിനെയോ അല്ലെങ്കിൽ ലൊക്കേഷനൊന്നും അതൊരു പ്രോബ്ലം ആവാതെ തന്നെ അതൊരു തടസ്സമാവാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അവസരം ലഭിക്കുന്നു. ഓക്കെയാണോ? വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
അപ്പൊ നമുക്ക് എങ്ങനെ ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് ഹൗസ് കീപ്പിംഗ് ഉണ്ടാവും, പിന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്? അറിയാം, കാര്യക്ഷമതയോടെ സിൻക്രോണസ് എന്ന് പറയുമ്പോൾ കാര്യക്ഷമതയോട് കൂടിയിട്ട് ഫ്ലെക്സിബിൾ ആൻഡ് സിൻക്രോണസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കാര്യക്ഷമതയോട് കൂടിയിട്ട് നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും. ചാപ്റ്റേഴ്സ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതിന്റെ ഒരു ചാപ്റ്റർ എടുക്കാനുണ്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കഴിയുകയാണെങ്കിൽ അതൊന്ന് തുടങ്ങാം. മെഡിക്കൽ ഇൻഷുറൻസ്, പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ചെറിയ ചാപ്റ്റർ ആണ്, എപ്പോഴാണെങ്കിലും തീർക്കാം. വലിയ ചാപ്റ്റേഴ്സ് 1-2 ഉണ്ട്. ഓക്കെ, അതും എന്തായാലും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഒരു ചാപ്റ്റർ കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് എടുത്ത് തുടങ്ങാം. നമുക്കൊരു നോക്കാം എങ്ങനെയാക്കണം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വരെയാണ് ഉദ്ദേശിച്ചത്. മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ആ ചാപ്റ്റർ തന്നെ എടുക്കാം. അത് വലിയൊരു ചാപ്റ്റർ അല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇതെങ്ങനെ ഓക്കെ ആണോ? 14 പേജ്. ഓക്കെ, എന്തായാലും നമുക്കുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം വലിയ ചാപ്റ്റർ തന്നെയാണ് അല്ലെ. എന്തായാലും അത് നമുക്ക് തുടങ്ങാം. വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു, കാരണം പേഷ്യന്റിനെ ശ്രദ്ധപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഈസി ആയിരിക്കും. ഓക്കെ, ഈ ഇത് എടുത്തോടത്തോളം വരെ ഓക്കെ ആണോ? എന്തെങ്കിലും എന്റെ കുട്ടികളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. എന്താണ് വെബ് ബ്രൗസേഴ്സ്? വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് വെബ് ബ്രൗസേഴ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. വെബ് ബ്രൗസറിൽ നമ്മൾ കയറാറുണ്ട് അല്ലെ. നമുക്ക് ഇപ്പൊ എന്താണ് പൊതുവെ നമുക്കിപ്പോ എന്തെങ്കിലും എവിടെയെങ്കിലും അഡ്മിഷൻ വേണം അല്ലെങ്കിൽ എന്തിനെ കുറിച്ചൊക്കെ അറിയാനാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? വെബ്സൈറ്റിൽ കയറി ആ അഡ്രസ് അടിച്ച് അവിടെ നോക്കി അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിന്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് പോകും. ചിലപ്പോണെങ്കിൽ ഫീസിന്റെ കാര്യമാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കുന്നതിന്റെ ഏതെങ്കിലും വെറൈറ്റി കോഴ്സുകൾ ഉണ്ടോ അത് സെർച്ച് ചെയ്യാനാണോ, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. മറ്റേ പണ്ടത്തെ കാലഘട്ടം പോലെ ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് അല്ലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വായിച്ചറിഞ്ഞ് അങ്ങനെയുള്ള കാലഘട്ടം ഒന്നുമല്ല. ഇപ്പോ നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം യൂസ് ചെയ്യാത്തവരാണ് എങ്കിലും പരമാവധി അതിലേക്ക് ഇറങ്ങണം. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച് മാത്രമേ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണെന്ന് വെച്ചാൽ അതിൽ ഓരോന്നോ ഓപ്ഷൻസ് കണ്ടെത്തി നമുക്ക് മൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇൻ കേസ് അത് അയ്യോ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പാക്ക് ചെയ്ത് നിൽക്കരുത്. എല്ലാവരും
അതിലേക്ക് തന്നെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇൻ കേസ് അല്ലെങ്കിൽ അങ്ങനെ പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അത് യൂസ് ചെയ്യാതിരിക്കരുത്. കാരണം എന്തിനെ കുറിച്ചിട്ടും നമുക്ക് നോളജ് കിട്ടാനായിട്ട് അല്ലെ ഇപ്പൊ കാലത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏത് സമയത്താണെങ്കിലും നമുക്ക് നെറ്റിന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യുക അല്ലെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ആശയത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഇൻ കേസ് ആരോഗ്യ പ്രശ്നമാണെങ്കിലും കോളേജ് പ്രശ്നമാണെങ്കിലും സ്കൂൾ ലെവലാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും അല്ലെ ഏത് പ്ലേസിനെ കുറിച്ചിട്ടാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും വെബ് അഡ്രസ്സുകളൊക്കെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ആവശ്യത്തിന്റെയൊക്കെ അല്ലെ അഡ്രസ്സുകളൊക്കെ നോട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇൻ കേസ് അതിന്റെ വെബ്സൈറ്റ് അഡ്രസ്സുകൾ വരെ നമുക്കറിയാം ഓരോന്ന് സെർച്ച് ചെയ്യാനനുസരിച്ചിട്ട് തന്നെ അവിടെ ക്ലിയർ ആയിട്ട് വരും അല്ലെ. അപ്പൊ അതനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വെബ് ബ്രൗസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഈ നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത്. അപ്പൊ നെറ്റിന്റെ ഉപയോഗം നമ്മൾ ഏതാണ്ട് മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ നെറ്റിന്റെ യൂട്ടിലൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇനി വെബ് ബ്രൗസേഴ്സിന്റെ കാര്യം നോക്കാം. Web browsers are software applications that make users able to evaluate and navigate the world wide web. അതായത് നമുക്കറിയാം www അല്ലെ. അത് നോട്ട് ചെയ്ത് തരട്ടെ, ഇടയ്ക്ക് സിമ്പിൾ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. www എന്താണ് അതിന്റെ ആ ഒരു സ്റ്റാൻഡ് ഫോം അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിരിക്കുക. വേൾഡ് വൈഡ് വെബ്. അപ്പൊ സാധാരണ രീതിയിൽ നമുക്കറിയാം ലോകം മുഴുവനും അല്ലെ നമുക്ക് ഇതിന്റെ ആ ഒരു നാവിഗേഷൻ എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ചുറ്റിപ്പറ്റി നമുക്ക് പരതി കുറെ ഡീറ്റെയിൽസ് ഒക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്താ പറയുന്നത് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. that makes users able to evaluate and navigate the world wide web. വേൾഡ് വൈഡിലെ എവിടെയാണെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാവിഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ പരതി കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കപ്രദമാക്കാനായിട്ടുള്ള ഒരു എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇനി they provide a graphical user interface for individuals to interact with the websites, search for information and consume online content. അതായത് നമുക്കൊരു എന്താണ് അതൊരു പിക്ചർ സൈസ് പോലെയാണ് അല്ലെ. നമുക്ക് നാവിഗേറ്റ് ചെയ്ത് തരും. ഓരോന്ന് ഇതില് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ഓരോ അഡ്രസ്സുകൾ കാണിച്ചു കൊടുക്കുന്ന അനുസരിച്ചിട്ട് തന്നെ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കാണിച്ചു തരും. പിന്നെ അഡ്രസ്സുകൾ കാണിച്ചു തരും. അഡ്രസ്സിന്റെ ഓരോ ഘട്ടങ്ങൾ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് മൂവ് ചെയ്ത് പോവാം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് പിക്ചർസ് ഇതെന്ന് പറയുന്നത്. കാരണം ഓരോ സെക്ഷൻ അനുസരിച്ചിട്ട് അതില് എന്താണ് പിക്ചറൈസ് ചെയ്തിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ എന്തിനെ കുറിച്ച് ഒരു കേരള PSCനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ PSCയിലുള്ള എല്ലാ ഡീറ്റെയിൽസും പറയും. ഇൻ കേസ് നമുക്കറിയാം ഇപ്പോ നിലവിലുള്ള വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതാണ്, നേരത്തെ അല്ലെ അപ്പോയിന്റ്മെന്റ്സ് വന്നിരിക്കുന്നത്, ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഇട്ടേക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് അതിലൂടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് സെർച്ച് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ട് അത് കാണിച്ചു തരുന്ന പിക്ചറൈസ് ചെയ്ത് കാണിച്ചു തരുന്ന ഓരോ മേഖല അനുസരിച്ചിട്ട് അതിന്റെ ID എടുത്ത് കൊടുത്ത് അല്ലെ നമ്മൾ ചെയ്താണ് നമ്മൾ അതിലേക്ക് ആ സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെ. ആണോ? നിങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ? ശരിയാണോ? സൈറ്റിൽ കയറാറില്ലേ? ഇല്ലേ? കയറാത്തവരാണെങ്കിൽ ഇടയ്ക്ക് കയറിക്കോളുണ്ട. കാരണം കുറയും കൂടി നമുക്ക് ഐഡിയാസ് ഒക്കെ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാത്തതായിരിക്കും. അപ്പൊ വെബ്സൈറ്റിലേക്ക് കയറി നമുക്ക് ഓരോന്നും നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് സാധ്യമാണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ഗ്രാഫിക്കൽ, അതുകൊണ്ടാണ് പിക്ചറൈസ് തരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത് എക്സാമ്പിൾ ആണ് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്. ഇതെല്ലാം തന്നെ വെബ്സൈറ്റ് അല്ലെ വെബ് ബ്രൗസേഴ്സ് ആണ്. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ് ഒക്കെ. Then here are some important points about web browsers. അതിനെ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സുകളാണ് പറയുന്നത്. അപ്പോ വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾസും ചിലപ്പോഴൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. എക്സാമ്പിൾസ് ഓഫ് ഗൂഗിൾ ക്രോം, then മോസില്ല ഫയർഫോക്സ്. Then ഫസ്റ്റ് ഇമ്പോർട്ടൻസിൽ നോക്കുകയാണെങ്കിൽ യൂസർ ഇന്റർഫേസ്. എല്ലാവരും പറയുന്ന മാതിരി തന്നെ നമുക്കിത് എളുപ്പം യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. Web browsers extend a user-friendly interface with aspects like address bars, bookmarks, and navigation buttons. അതായത് നമുക്ക് അതിന്റെ അഡ്രസ് ബാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ HPT // ഒക്കെ ഇട്ട് ഡോട്ടൊക്കെ ആയൊക്കെ അഡ്രസ്സുകളൊക്കെ തരിക അല്ലെ. അപ്പൊ ആ അഡ്രസ്സുകളൊക്കെ നമുക്ക് അത് എന്താണെന്നുള്ളത് ചിലപ്പോഴൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ചില ഡോട്ടുകളൊക്കെ
കറക്റ്റ് ആയിട്ടൊക്കെ തന്നെയാണെന്നൊക്കെ നോക്കണം. ഇൻ കേസ് നമുക്ക് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ളത് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 3-4 എണ്ണമെങ്കിലും അതിൽ ചേർന്നത് നമ്മുടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കാണിച്ചു വ്യൂ ആയിട്ട് തന്നെ വരും. അപ്പൊ ഇൻ കേസ് നമുക്ക് മറന്നുപോയാൽ തന്നെ അതിന്റെ ഒരു ആശയം മൈൻഡിലുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ നമ്മളുടെ ഇതായിട്ടുള്ള യൂസറുകളിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബുക്ക് മാർക്സുകൾ അതേമാതിരി തന്നെ നാവിഗേഷൻ ബട്ടൺസ്, അതായത് പോകുന്ന വഴികൾ ഏത് രീതിയിലേക്ക് നമുക്ക് സെർച്ച് ചെയ്ത് പോകണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ വരച്ച് നമ്മളെ കൊണ്ട് തന്നെ എത്തിക്കും. നമുക്ക് ആവശ്യമുള്ള മേഖലയിലേക്ക് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അതിനനുസരിച്ചുള്ള ബുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻ കേസ് നമുക്കത് യൂസബിൾ വീണ്ടും നമുക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെയുള്ള ഒരു മാർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. Then they permits users to get into website address URLs. എന്താണ് URLs എന്ന് പറയുന്നത്? അത് അബ്രിവേഷൻ ആയതുകൊണ്ട് തന്നെ അതൊന്ന് നോട്ട് ചെയ്തേരെ. ഇതാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റേഴ്സ്. ലൊക്കേറ്റേഴ്സ് ആണ് എസ് സ്മോൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. URLs യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റേഴ്സ്. അതിനും ഒരു കുറെ ഘട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പഠിക്കാനൊക്കെ കുറച്ച് ഇതുകളൊക്കെ ഉണ്ട്. URLsന്റെ ഒക്കെ പറയുന്നത്, അതായത് നമ്മുടെ വെബ് അഡ്രസ് ഉണ്ടല്ലോ, www ആ അഡ്രസ്സിന്റെ ആ ഒരു ഫോമാറ്റിനെ പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ആ സ്ലാഷ് ഇട്ട് തരുന്ന റെപ്രസെന്റ് ചെയ്യുന്നു. വെബ് അഡ്രസ് ആയിട്ട് www ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഓർഗനൈസേഷൻ എന്താണോ അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണോ അതുമായി ബന്ധപ്പെട്ട ഒരു പേര് ആ നെയിം അടിച്ചിട്ടുണ്ടാവും. എക്സ്റ്റൻഷൻ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഒരു URL കോഡാണ് പൊതുവെ നമുക്ക് വെബ് അഡ്രസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആ ഒരു വെബ്സൈറ്റ് അഡ്രസ്സിനെയാണ് URLs എന്ന് പറയുന്നത്. അതായത് പല ഘട്ടങ്ങളായിട്ട് അതിന്റെ വേർതിരിക്കുന്നുണ്ട്. അപ്പൊ URLs എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും ചെയ്തോ? ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാം. എല്ലാവർക്കും പോസിബിൾ ആവും. കാരണം എനിക്ക് കിട്ടാത്തവരൊക്കെ അത് നോക്കി എഴുതിക്കോ. കിട്ടിയോ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റേഴ്സ്. കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ്? ഓൾ സെർച്ച് ക്വയറീസ് ആൻഡ് എക്സിബിറ്റ് ദ റിക്വസ്റ്റഡ് വെബ് പേജസ് ഇൻ എ വിഷ്വലി അപ്പിയറിംഗ് ഫോർമാറ്റ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ എൻക്വയറീസ് ഒക്കെ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ആ അഡ്രസ്സിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. Then exhibit the requested web pages in a visually appealing format. നമുക്ക് വേണമെങ്കിൽ അത് വിഷ്വലി കാണിച്ചു തരണമെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുന്നതനുസരിച്ചിട്ട് തന്നെ അത് പ്രദർശിപ്പിച്ച് കാണിച്ചൊക്കെ തരും. എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആശയങ്ങളെല്ലാം കാണിച്ചു തരും. അപ്പൊ ആ ഒരു അഡ്രസ്സിന് അനുസരിച്ചിട്ട് നമുക്ക് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് പറയുന്ന രീതിയിൽ അല്ലെ ക്ലിക്ക് ചെയ്ത് ഓരോ അഡ്രസ്സിലേക്ക് സൈറ്റിലേക്ക് ഒക്കെ പോയി അത് പിക്ചറൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് നെക്സ്റ്റ് ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആശയത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ റെൻഡറിങ് വെബ് പേജസ്. ഇതാണ് റെൻഡറിങ് വെബ് പേജസ് എന്ന് പറയുന്നത്. അതായത് ഇതേമാതിരി തന്നെ നമുക്ക് വിഷ്വലി കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. പ്രോസസ് യൂട്ടിലൈസ് റെൻഡറിങ് എൻജിൻസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ്. അതായത് നമ്മളിപ്പോ ഇതിന്റെ ഈ ഒരു ഓർഗനൈസേഷൻ ഈ വെബ്സൈറ്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെയൊക്കെ കണ്ടന്റ് ഉള്ളടക്കമൊക്കെ ജസ്റ്റ് കാണിച്ചു തരും. അപ്പൊ ആ ഉള്ളടക്കത്തിൽ തന്നെ നമുക്ക് നോക്കേണ്ട അല്ലെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു മേഖല ഉണ്ടാവും. തീർച്ചയായിട്ടും ആ മേഖലയിൽ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു വലിയ സ്ഥാപനത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ PSC സൈറ്റിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ റിസൾട്ട് നോക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യമായിരിക്കും അല്ലെ. അപ്പൊ ആ റിസൾട്ട് ആ ഇയർ അതൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് മാത്രം നോക്കിയാൽ മതി അല്ലെ. അത് നമ്മുടെ ഉള്ളടക്കത്തിന്റെ ഉള്ളിലുണ്ടോ അല്ലെ, അതനുസരിച്ചിട്ട് നമുക്ക് അതിനെ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ കൃത്യമായിട്ട് തന്നെ ആ വെബ് പേജസിൽ നമുക്ക് എന്താണ് അത് എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്പ്ലേ വെബ് കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടന്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. ടാബ്ഡ് പ്രോസസിംഗ്. എന്താണ് ടാബ്ഡ് പ്രോസസിംഗ് എന്ന് പറയുന്നത്?
Tablet browsing is an accepted features in a web browser that permits the users to open multiple web pages within a single browser windows. അതായത് നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണ്. അപ്പോ ഇപ്പൊ ഈ പേപ്പർ എടുക്കുകയാണ് ഇപ്പൊ അല്ലെ, നമ്മൾ പല പല പേപ്പർ ന്യൂസ് പേപ്പറുകളൊക്കെ യൂട്ടിലൈസ് വായിക്കുന്നവരാണെങ്കിൽ മലയാള മനോരമയിൽ എന്താണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇൻ കേസ് നമുക്കൊരു ഉദാഹരണം പറയുന്നത് മാതൃഭൂമിയിൽ ഇതിനെ പറ്റിയിട്ട് എന്താണ് അപ്പൊ നമ്മൾ ആ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് മാതൃഭൂമിയെ കുറിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. അപ്പൊ ആ വാർത്ത എന്താണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പല വെബ്സൈറ്റിലേക്ക് കയറാനായിട്ടുള്ള ഒരു ഓപ്ഷനും എന്താണിത് പ്രദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ഒരേ സമയം തന്നെ നമുക്ക് വ്യത്യസ്ത വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ക്ലിയറപ്പ് ചെയ്യാനായിട്ടുള്ള സൗകര്യവും ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. Then fourth point, bookmarks and history. എന്താണ് bookmarks and history എന്ന് പറയുന്നത്? Process make users able to bookmark their most linked websites for quick access. അതായത് കേസ് നമ്മൾ ഒരു സൈറ്റ് എപ്പോഴും സെർച്ച് ചെയ്യാറില്ല, അതായത് നമ്മുടെ ആവശ്യമനുസരിച്ചിട്ട് നമ്മൾ സൈറ്റുകൾ എപ്പോഴും സെർച്ച് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ആ ഇത് വീണ്ടും വീണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയണമെങ്കിൽ മാർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഓൾറെഡി അതങ്ങോട്ട് വരും അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ആ സൈറ്റിൽ കയറി എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോൾ ചില ഡേറ്റ്സുകൾക്ക് അനുസരിച്ചിട്ട് തന്നെ ഇൻഫോർമേഷൻസ് വരുള്ളായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്നും എടുത്ത് നോക്കണമെങ്കിൽ അത് മൊത്തം കയറി നോക്കാന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ എൻ കേസ് ഇത് ബുക്ക് മാർക്കൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി അത് വീണ്ടും വീണ്ടും വരും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ നമുക്കത് വിനിയോഗിക്കാനായിട്ട് സാധിക്കും. They also keep a browsing history permitting users to revisit formerly visited web pages. അതായത് നമ്മളിപ്പോ ഹിസ്റ്ററി എടുത്ത് നോക്കുന്നുണ്ടായെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും അതിന്റെ ഇൻ കേസ് ബുക്ക് മാർക്ക് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഹിസ്റ്ററീസ് വീണ്ടും വീണ്ടും അവൈലബിൾ ആക്കി തന്നെ അവർ കാണിച്ചു തരും. കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സൈറ്റ് ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും വരും. ഇൻ കേസ് നമ്മളിപ്പോ ഒരു ഗൂഗിളിലാണെങ്കിൽ അല്ലെ, ഇൻ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കുറച്ചും കൂടി ആണെങ്കിൽ ന്യൂസിനെ സംബന്ധിച്ച കുറെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരും അല്ലെ. അതല്ല വേറെ എന്തെങ്കിലും കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ നോക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരും. ശരിയാണോ? അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഇത് അല്ലെ. ഒരുപാട് ടൈം വേസ്റ്റ് ആവുക, ആദ്യം ആയിരിക്കും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അല്ലാതെ വരുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും അത് ഉപയോഗപ്രദമാക്കത്തക്ക വിധത്തില് നമ്മുടെ സമയമൊക്കെ ക്രമീകരിച്ച് തന്നെ നമുക്കത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. എന്താണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ പറയുന്നത്? Web browsers give priority to security and privacy features to protect users' data and provide a secure browsing experience. അതായത് ഇത് നമുക്കറിയാം എപ്പോഴും ഒരു പ്രയോറിറ്റി ഒരു സ്വകാര്യത അത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ് അത് സംരക്ഷിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പ്രൈവസി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് അത് നമുക്ക് സേവനം അത് ഒരുക്കി തരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അല്ലെ ആ അഡ്രസ്സില് എല്ലാവർക്കും അതിൽ കയറി ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ അല്ലെ, ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റില്ല അല്ലെ. നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് സെർച്ച് ചെയ്ത് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കയറ്റി കൊടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അല്ലെ. നമുക്ക് മനസ്സിലാക്കിയെടുത്ത് നമുക്ക് സൈറ്റിൽ കയറി ചില കാര്യങ്ങൾ അവൈലബിൾ ആക്കും. ആ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറം നമുക്ക് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം അത് വാഗ്ദാനം ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം സെക്യൂർ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബ്രൗസേഴ്സ് ഗിവ് പ്രയോറിറ്റി ടു സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫീച്ചേഴ്സ് ടു പ്രൊട്ടക്ട് യൂസേഴ്സ്, സംരക്ഷിക്കുന്നു ഡാറ്റ ആൻഡ് പ്രൊവൈഡ് എ സെക്യൂർ ബ്രൗസിംഗ് എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് വഴി അത് വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ആപ്പിൾ, സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആൻഡ് ഓപ്പറ. Then users have the flexibility to select the browsers that best suits their preference, needs and platform of choice. അതായത് നമുക്ക് ഒരുപാട് എക്സാമ്പിളുകൾ തരുന്നുണ്ട്. വേണമെങ്കിൽ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ് അങ്ങനെ പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ വെബ് അഡ്രസ് ഇതുകളൊക്കെ ഉണ്ട്.
നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെ, യൂസേഴ്സിന് എന്താണോ അനുയോജ്യമായത് അതനുസരിച്ചിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം, നമുക്കത് പെർഫോം ചെയ്യാം അല്ലെ. നമ്മുടെ അതേ പ്രിഫറൻസ്, നീഡ്സ് ആൻഡ് പ്ലാറ്റ്ഫോം ഓഫ് ചൂസ് എന്നുവെച്ചാൽ നമ്മുടെ മുൻഗണന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച്. ചില വെബ്സൈറ്റിൽ നമുക്കറിയാം ചില കാര്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലെ, ചില വെബ്സൈറ്റിൽ കുറെ കാര്യങ്ങൾ വേറെ കാര്യങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അനുസരിച്ചിട്ട് ചില വെബിന്റെ അഡ്രസ്സിലേക്ക് നമുക്ക് പോവാൻ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഇൻഡിക്കേഷൻ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും ഓർഗനൈസേഷന്റെ എന്തെങ്കിലും ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം, മറ്റെന്തെങ്കിലും അല്ലെ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനും സെലക്ട് ചെയ്യാനും മനസ്സിലാക്കി എടുക്കാനൊക്കെ സാധിക്കുന്നുള്ളതാണ്. അത് പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. കാരണം എക്സാമ്പിൾസ് ഒക്കെ വരുമ്പോൾ അത് വെബ് ബ്രൗസർ ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. URLs ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യുക. അതേപോലെ തന്നെ www.com നമ്മൾ കാണുന്നതാണ് എപ്പോഴും, അത് സിമ്പിൾ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും. ജസ്റ്റ് വായിച്ചു നോക്കാം, എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാവും നോക്കാം. ചെയ്യണോ? ചെയ്യണോ? കണ്ടിന്യൂ ചെയ്തോടെ? ഇതിലൊരു പിക്ചർ തന്നിട്ടുണ്ട്, അതായത് നമുക്കറിയാവുന്നതാണ് വെബ്സൈറ്റിന്റെ ഒരു ഇത് വരുന്നത്. നമുക്ക് അതനുസരിച്ചിട്ട് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഏതെങ്കിലും വെബ് അഡ്രസ് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എപ്പോഴും അല്ലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് അഡ്രസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെബ് അഡ്രസ് വരുന്നത് URL ആ ഒരു ഇതിലായിരിക്കും, www.com എന്നുള്ള ഇതിലായിരിക്കും. ഇൻ കേസ് നമുക്കറിയാം അതിന്റെ സ്പെല്ലിംഗ് വരെ നല്ല കറക്റ്റ് ആയാൽ മാത്രമാണ് ആ ഒരു വെബ്സൈറ്റ് നമുക്ക് സെർച്ച് ചെയ്യാൻ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മളൊരു വെബ് അഡ്രസ് അതിന് സമാനമായിട്ടുള്ള കുറച്ചും കൂടി വെബ് അഡ്രസ് അതിനൊപ്പം തന്നെ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് നമുക്ക് അറിയുന്ന വെബ് അഡ്രസ് അടിച്ചു കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെ, എന്തായാലും നമുക്കറിയാം ഈ വെബ് അഡ്രസ് ഒരു പ്രത്യേകതയുള്ളത് www.com എന്ന് പറഞ്ഞതിന് ശേഷം എന്താണോ ഓർഗനൈസേഷൻ, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ ഇൻ കേസ് എന്തെങ്കിലും ഒരു അഗ്രികൾച്ചർ കാര്യത്തിനെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കാര്യത്തിനെ കുറിച്ചിട്ടാണോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു നെയിമും കൂടി അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിന് എന്തെങ്കിലും സ്പെല്ലിംഗ് എററൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. കുറെ ഓപ്ഷൻസ് വരുമ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് കയറാം. വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത മാറ്ററുകളുണ്ട്, അതായത് വിസിബിൾ ആവുന്ന രീതിയിൽ നമുക്കറിയാം വിഷ്വലി തന്നെ കുറെ പിക്ചർ സഹിതമൊക്കെ കുറച്ച് കണ്ടന്റ് ഒക്കെ കാണിച്ചിരിക്കും, അതായത് അതിന്റെ ഉള്ളടക്കങ്ങളൊക്കെ കാണിച്ചിരിക്കും. അപ്പൊ നമ്മൾ ആ ഉള്ളടക്കത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ പ്രധാനപ്പെട്ട ഏത് കാര്യമാണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അതിനുശേഷം വീണ്ടും അത് കൃത്യമായിട്ട് തന്നെ കുറെ അല്ലെ പിക്ചർ അടക്കമുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പിന്നെ മൂവ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ,
ഗൂഗിളൊക്കെ എപ്പോഴും സെർച്ച് ചെയ്യുന്ന അല്ലെ യൂസ് ചെയ്യുന്നവരാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാൻ സമയമുണ്ടോ? അതായത് കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ, നമുക്കൊരു കുറച്ചും കൂടെ ഉള്ളൂ. കമ്പ്യൂട്ടർ എങ്ങനെ ബോറടിക്കുന്നതാണോ? ബോറടിക്കുന്നുണ്ടോ കമ്പ്യൂട്ടർ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലെ. ഓൺലൈൻ സെക്യൂരിറ്റി ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഇന്റർനെറ്റിലും കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കയറും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് ഫോണൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ് അല്ലെ, നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ അക്കൗണ്ട് നമ്മളൊന്ന് വെളിപ്പെടുത്തി കൊടുക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ചൂഷണം ചെയ്യാനൊക്കെ ആയിട്ടുള്ള നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് മുഴുവനും അവര് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് ഇല്ലേ? കേൾക്കൂലേ? ഉണ്ടാവില്ലേ? ഓക്കെ, അതായത് നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ കുറെ പേര് അല്ലെ, കുറെ പേര് ഇത് ചൂഷണം ചെയ്യാൻ ആയിട്ട് രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും നമ്മൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെയായിരിക്കണം നമ്മൾ ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടേതായിട്ടുള്ള കുറെ ഡീറ്റെയിൽസുകളൊക്കെ പ്രൈവസി ആയിട്ടുള്ള ഡീറ്റെയിൽസുകളൊന്നും എല്ലാവർക്കും ഷെയർ ചെയ്യാനൊന്നും പാടില്ല. അതേസമയം നമുക്കറിയാം നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്തതിൽ തെറ്റൊന്നുമില്ല. കാരണം എല്ലാം ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും നമുക്കറിയാം കുറച്ചും കൂടി നമുക്ക് ഒരുപാട് അറിവ് ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും അതിനേക്കാൾ കുറച്ച് കൂടുതൽ അറിവ് നമുക്ക് അവിടെ നിന്ന് നേടാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഇൻ കേസ് നമുക്കറിയാം മറ്റുള്ളവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. ഇൻ കേസ് നമുക്കൊരു മെഡിസിൻ വരെ നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യും അല്ലെ, അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ, അത് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിന്റെ മെഡിസിന്റെ അല്ലെ, എല്ലാ കാര്യങ്ങളും ഇൻ കേസ് അത് തന്നെയാണ് എല്ലാത്തിനെയും കുറിച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടർ മൊബൈലിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു കാര്യം പറയുന്നത്, നമ്മുടേതായ ഡാറ്റാസുകളെല്ലാം നമ്മൾ എപ്പോഴും സെക്യൂർ ആയിട്ട് തന്നെ സൂക്ഷിക്കണം. കാരണം ചിലപ്പോൾ അതൊക്കെ മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വ്യക്തികളുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ എന്തെങ്കിലും അല്ലെ ആ സിസ്റ്റത്തിന്റെ ഒക്കെ സുരക്ഷയിൽ വീഴ്ച വരാനായിട്ട് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് സെക്യൂരിറ്റി ആയിട്ട് തന്നെ സെക്യൂർ ആയിട്ട് തന്നെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. പല രീതിയിൽ ഇങ്ങനെ സെക്യൂരിറ്റി ഹാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള പരിചയപ്പെടുത്തലാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. മാൽവെയർ, ഫിഷിംഗ്, ഐഡന്റിറ്റി തെഫ്റ്റ്, ഡാറ്റ ബ്രീച്ചസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ പല രീതിയിൽ ഓരോ ഓർഗനൈസേഷന്റെ വിവരങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്ന എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളാണ് ജസ്റ്റ് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് തുടങ്ങി വെക്കാം. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് refers to numerous risks and vulnerabilities that can compromise the security of individuals, organizations and systems by using the internet. അതായത് ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വ്യക്തികളുടെ ആണെങ്കിലും സ്ഥാപനങ്ങളുടെ ആണെങ്കിലും സിസ്റ്റങ്ങളുടെ ആണെങ്കിലും സുരക്ഷയില് വിട്ടുവീഴ്ച ചെയ്യാവുന്ന നിരവധി സാധ്യതകളുണ്ട് അല്ലെ. കേടുപാടുകളൊക്കെ വരുത്താനായിട്ട് വളരെ സ്വമേധീയ ചിലപ്പോ വൾനറബിലിറ്റീസ് പറഞ്ഞാൽ സ്വമേധീയാവാം, പക്ഷെ മറ്റു പല കാര്യങ്ങളിലൂടെ അല്ലെ ദുർബലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ അവിടെയുള്ള വർക്കേഴ്സ് തന്നെ ചിലപ്പോൾ ചൂഷണം ചെയ്യാം, ചിലപ്പോൾ മറ്റുള്ളവർ തന്നെ ചൂഷണം ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അതൊരു ഇന്റർനെറ്റിന്റെ സർവീസ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലേക്ക് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയണമെന്നില്ല അല്ലെ. അതിന്റെ സൈറ്റിന്റെ ഉള്ളിലേക്ക് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ന്യൂമറസ് റിസ്ക് ആൻഡ് vulnerabilities that can compromise the security of individual organization and system when using internet ഉപയോഗിക്കുമ്പോൾ ഒരുപാട് റിസ്കുകൾ അപകടങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ട്. ത്രെഡ്സ് അല്ലെ അതില് ഭീഷണികൾ ധാരാളം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. some common online security threats അല്ലെ അത്തരത്തിലുള്ള കുറച്ച് ഭീഷണികളെ കുറിച്ചിട്ടാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ജസ്റ്റ് പോയിന്റ് മാത്രം നിങ്ങൾ പഠിക്കുക. മാൽവെയർ നെക്സ്റ്റ് തുടങ്ങി നമുക്ക് അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ത്രെഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഉപയോഗത്തിൽ ആരെങ്കിലും കടന്നുകൂടി നമ്മുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കാനായിട്ട് തയ്യാറാവുന്ന അവസ്ഥ അല്ലെ, അതാണ് അടുത്ത് പറയുന്നത്. ദെൻ മാൽവെയർ, ഫിഷിംഗ്, അതേപോലെ തന്നെ ഐഡന്റിറ്റി തെഫ്റ്റ്, ഡാറ്റ ബ്രീച്ചസ്,
മാൻ ഇന്റർനെറ്റിലെ പാസ്വേഡ് അറ്റാക്സ്, ഇൻസൈഡർ ത്രെഡ്സ്, അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ്, അങ്ങനെ 8 രീതിയിലൂടെയാണ് നമ്മുടെ വിവരങ്ങളൊക്കെ കേസ് ഇൻഡിവിജ്വലിന്റെ ആണെങ്കിലും ഓർഗനൈസേഷന്റെ ആണെങ്കിലും മറ്റേതൊരു സ്ഥാപനത്തിന്റെ ആണെങ്കിലും ഏതൊരു സിസ്റ്റത്തിന്റെ ആണെങ്കിലും നെറ്റ് സർവീസ് വഴി അവര് ചൂഷണം ചെയ്തെടുക്കുന്നത്. അതിനെ കുറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഇനി ഇന്നെടുത്തത് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, എവിടെയെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ മാത്രമേ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ബുക്കിലേക്ക് കൂടെ കൊണ്ടുവരാം. അതുകൂടി കണ്ടിന്യൂ ചെയ്യാനായിട്ട് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. Okay. എക്സാം ഡേറ്റ് ഒക്കെ നിങ്ങൾ അറിയിക്കും കേട്ടോ, ഏത് സമയമാണെന്നുള്ളത് അറിയിക്കും. എന്തായാലും പോർഷൻസ് എല്ലാവരെയും എടുത്ത് കഴിഞ്ഞിട്ട് അല്ലേ, സമയമുണ്ട്, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.